ഏതായാലും നമുക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റ് കൂടി അറിയേണ്ടതുണ്ട്. അതിനായിട്ട് ഇപ്പോൾ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ. നമുക്ക് ഏതായാലും നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 25,100 എന്നുള്ള ഒരു ലെവലും കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഇടിവിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്പം കൂടി വർദ്ധിക്കുന്നു. ഇപ്പോഴും 100 പോയിന്റുകൾക്കടുത്ത് 0.5% ഒരു ഇടിവ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ടാണോ സാർ ഈ ഒരു ഇടിവിനെ കാണുന്നത്, അതോ നിലവിലെ ഇടിവ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണോ ഉള്ളത്? വളരെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ബട്ട് അവിടെ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിവുണ്ടായിരുന്നെങ്കിലും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടിവുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു നമ്മൾ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിൽ ഒരു റിക്കവറി ദൃശ്യമായിരുന്നു. പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കിട്ടിയില്ല. അത് ക്ലോസിംഗിൽ താഴെയായിരുന്നു. അതായത് ഈ 25,150 എബോവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൊമെന്റം പ്രതീക്ഷിക്കാം നമുക്ക്. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ 25,000 ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് 25,100 പോയിട്ടുണ്ട്. ബട്ട് ഇവിടെ നിന്ന് ഒരു 50 പോയിന്റ്സ് എബോ നമുക്ക് വരികയാണ്, നല്ലൊരു ട്രേഡ് വോളിയം വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് 250 300 കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 25,300 കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ. ബട്ട് ഇന്ന് റിക്കവറി വരുന്നത്, സെക്കൻഡ് ഹാഫിൽ വരുന്ന റിക്കവറി സസ്റ്റെയിൻ ചെയ്യുമോ എന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഫർദർ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇന്നലെ ഒരു റിക്കവറി വന്നിരുന്നു, അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് വീണ്ടും അപ്പോൾ ഡേ ബൈ ഡേ ഉള്ള ഒരു ന്യൂസാണ്. അപ്പോൾ വളരെ ഷോർട്ട് ടൈമിലേക്ക് ഞാൻ പറയുവാണ്. ഫോർ ദ ഇൻട്രാഡേ നമുക്കൊരു ചെറിയ റിക്കവറി ഉണ്ടാവും. ആ റിക്കവറി 25,150 മുകളിലേക്ക് വരികയാണെങ്കിൽ മാത്രം നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു കണ്ടിന്യൂസ് റിവേഴ്സൽ വരാമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ സെൻഡ് ഒരു വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു മൊമെന്റമാണ് ഇപ്പോൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. പിന്നെ ഇന്നത്തെ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു PSU ബാങ്ക്സിന്റെ ഇൻഡെക്സിൽ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിഫ്റ്റിയുടെ മൂവ്മെന്റ്സിൽ. PSU ബാങ്ക്സും അതേപോലെ തന്നെ ചില ഓട്ടോ സെക്ടർ സ്റ്റോക്സും ഒക്കെയാണ് ഒരു കൺസപ്ഷൻ തീമായിരിക്കും. ഇന്ന് ഒരു റിക്കവറി കിട്ടുകയാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിന് പിന്നിലേക്ക് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റോക്സുകൾ എന്ന് പറയാനായിട്ട്. സർ, അതോടൊപ്പം തന്നെ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 0.5% കൂടുതൽ ഇടിവ് തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഇന്നുമുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നിഫ്റ്റി അപേക്ഷിച്ച് ഇന്നലെ ഒരു മികച്ച പെർഫോമൻസ്, ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? കുറച്ച് ദിവസങ്ങളായി നമ്മൾ നിഫ്റ്റി ഡ്രാഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് ബാങ്ക് ഇൻഡെക്സ് മാറിയിരുന്നു. അപ്പോൾ ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ നമുക്കതിന് ഇപ്പോഴും നിലനിൽക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച ബാങ്ക്സ്. ഇപ്പോൾ PSU ബാങ്ക്സിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ന്യൂസ്, ഗവൺമെന്റ് തലത്തിലൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കണ്ടിന്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതോടുകൂടിയാണ് ഈ ബാങ്കുകളുടെ ഒരു പെർഫോമൻസ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൺസോൾട്ടേഷൻ ന്യൂസോ വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂസുകളോ റൂമേഴ്സോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും PSU ബാങ്ക് ഇൻഡെക്സിൽ, അത് എസ്പെഷ്യലി ബാങ്കിങ് ഇൻഡെക്സിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞത് വളരെ ഡൗൺ ആയിരുന്നപ്പോൾ ഉള്ള ഒരു റിക്കവറിയാണ് പറഞ്ഞത്. ഷാർപ്പ് റിക്കവറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേ സെയിം തന്നെയാണ് ഇന്നത്തെ പാറ്റേൺ വന്നിരിക്കുന്നത്. 55,000 എന്ന് പറയുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 56,000 57 പോകാനുള്ള സാധ്യതയുണ്ട്. മെയിൻ ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് PSU ബാങ്ക്സ് തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പബ്ലിക് സെക്ടർ ബാങ്കിനപ്പുറം പ്രൈവറ്റ് ബാങ്കുകൾ പാർട്ടിസിപ്പേഷൻ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട മെയിൻ സെക്ടേഴ്സ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നത് PSU ബാങ്ക്സ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് നമുക്ക് കടന്നാൽ സ്വിഗ്ഗിയാണ് ഇന്നിപ്പോൾ 1.5% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം റാപ്പിഡോയിലെ 2,400 കോടി രൂപയുടെ ഓഹരികൾ സ്വിഗ്ഗി ഇന്ന് വിൽക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് ഈ ഒരു വിൽക്കൽ വഴിതെളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷന് പിന്നാലെ പല ബ്രോക്കറേജുകളും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് സ്വിഗ്ഗിയിൽ അവരുടെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി JP Morgan ഒക്കെ തന്നെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം ഒരു ലോങ് ടേമിലേക്ക് സ്വിഗ്ഗി ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയ ടൈമാണോ? ലോങ് ടേമിലേക്ക് സ്വിഗ്ഗി ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്.
ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് എനിക്ക് കാണേണ്ട ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ഇപ്പോഴും ഉള്ളത്. ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ടെങ്കിൽ പോലും അത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ഒരു ഘടകമാണ്, കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലോ ഒക്കെ ഇപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും വാച്ച് ചെയ്യുകയും ചെയ്യണം. ബട്ട് ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റിവിറ്റി വരുന്ന ഒരു ലെവലിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അത് ഹോൾഡ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കാണാൻ കഴിയുന്നത്. അനീഷ് സർ, ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് മിൻറ്റ കോർപ്പറേഷനാണ്. ഏകദേശം 10% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈ 2030 കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3.5x ഒരു ഗ്രോത്താണ്, റവന്യൂ ഗ്രോത്താണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള നടപടികൾ സ്റ്റോക്ക് പ്രൈസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലത്തെ ഒരു കണ്ടീഷനിൽ മിൻറ്റ കോർപ്പിൽ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ചാർട്ടിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുമല്ല അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രീക്വന്റ്ലി വലിയ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് എന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ 600 എബോ ഒക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കൺസോൾട്ടേഷനിൽ നിന്നിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു 460ക്കും 560 570 ലെവലിൽ എബോ ആണ്. അപ്പൊ ഈ ഒരു റേഞ്ച് ബോണ്ടിൽ നിന്നിട്ട് അത് റേഞ്ച് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അവിടെ ഇന്നത്തെ വോളിയം വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. ബട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ എബോ ആവറേജ് വോളിയം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം കൺസോൾട്ടേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, അതിനുശേഷം ഒരു ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടു ലോങ് ടൈമിലേക്കുള്ള ഒരു ബെറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയാണ്. ഈ 600 എബോ ആണെങ്കിൽ നല്ലൊരു വാല്യൂ അപ്രിസിയേഷൻ തരാനുള്ള സാധ്യത ഞാൻ അതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.28% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെയധികം ഒരു മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് നിലവിൽ എങ്ങനെയാണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മൊമെന്റം ടാറ്റ മോട്ടോഴ്സിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. മറ്റുള്ള സ്റ്റോക്സുകൾ തന്നിട്ടുള്ള അത്രത്തോളം ഒരു മൊമെന്റം ഗെയിൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വാച്ച് ചെയ്യുന്നത് ഒരു ലെവൽസ് ആണ്. അതിന്റെ ലെവൽ എന്ന് പറയുന്നത് 750 എബോ നല്ല വോളിയത്തോട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പോസിറ്റിവിറ്റി എന്ന് പറയാൻ പറ്റും. ബട്ട് അതിനു മുമ്പ് അത് കുറെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഇപ്പൊ ഒരു കൺസോൾട്ടേഷൻ പാത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ലെവലിൽ പറയാൻ പറ്റുന്നത് ഒരു 630 750 ആ ഒരു ലെവലിലുള്ള റേഞ്ച് ബോണ്ട് ആണ്. അപ്പോൾ ഒരു സിംഗ് ട്രേഡറെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോർട്ട് ടൈമിലൊക്കെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് സിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ഈ 750 എബോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് അതിന് മുമ്പ് ആ കൺസോൾട്ടേഷൻ പ്രൈസ് ഒന്ന് തീരുന്നത് വരെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കമ്പാരിറ്റീവ്ലി ഇപ്പോൾ അത് അത്രത്തോളം ഗെയിൻ വന്നിട്ടില്ല. ബട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. അനീഷ് സർ, അടുത്തതായിട്ട് ചോദിക്കുന്നത് മാരുതിയെക്കുറിച്ചുള്ള ഒരു വ്യൂ ആണ്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1.5% മുന്നേറ്റം കാണുന്നുണ്ട്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയസ്റ്റ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുകയാണ് ഗോൾഡ്മാൻ സാക്സ്. നേരത്തെ നൽകിയതിൽ നിന്നും ഏകദേശം 37% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നൽകിക്കൊണ്ട് 18,900 രൂപ വരെ എത്താനുള്ള ഒരു സാധ്യതയാണ് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പിക്കപ്പ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എസ്പെഷ്യലി പോസ്റ്റ് GST കട്ട്സിന് ശേഷം ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു 18,900 രൂപ എന്നുള്ളൊരു നിലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ടെക്നിക്കലി എത്രമാത്രമാണ് നിലവിൽ തുടരുന്ന ഒരു ബുള്ളിഷ് മൊമെന്റം തുടരാനുള്ള ഒരു സാധ്യതയും? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കൊടുത്ത അപ്ഡേഷൻസിന് ഏകദേശം അടുത്താണ്. നമ്മൾ 19,000 വരെയൊക്കെ ഒരു ലോങ് ടൈമിൽ പോകാൻ പറ്റുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് അപ്ഡേഷൻസിൽ പറഞ്ഞത്. അത് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. അതിൽ വളരെയധികം മൊമെന്റം വന്നു. ആൾറെഡി ഒരു മൊമെന്റം വന്നിട്ടുണ്ടായിരുന്നു. ആ മൊമെന്റത്തിൽ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ റീ എൻറ്റർ ചെയ്യാവുന്ന ബെസ്റ്റ് ഒരു സ്റ്റോക്സ് ആണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്.
അപ്പൊ ഈ മാരുതി ഇതിനപ്പുറം, കാരണം മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ മാരുതി സംബന്ധിച്ച് ഇല്ല. അവരുടെ ഷെയർസ് അവിടെ തന്നെ, അവിടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു സെയിൽസ് പിച്ച് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും അത് തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നല്ലൊരു പിക്ക് തന്നെ ആയിരിക്കും. ബട്ട് നമ്മൾ ഈ കഴിഞ്ഞ റീസെന്റ് എക്സ്പെക്ടേഷനിൽ വന്നിട്ടുള്ള ഒരു മൊമെന്റത്തിന് ഒരു റിട്രേസ്മെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റീ എൻട്രി ചെയ്യുക. അത് തീർച്ചയായിട്ടും ഒരു 19,000 കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിട്രേസ്മെന്റ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു 14,800 അടുത്തൊക്കെ വരികയാണെങ്കിൽ ബെസ്റ്റ് ബൈ ആയിരിക്കും. ഈവൻ 15,000 ലെവലിലായിരിക്കും, 15,000 ലെവലിലായിരിക്കും ഒരു കൺസോൾട്ടേഷൻ വരികയാണെങ്കിൽ വരാനുള്ള സാധ്യത. അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ ആ ലെവൽസ് ഒക്കെ നമുക്ക് ബൈ എൻട്രി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അനീഷ് സർ, അവസാനമായിട്ട് നമ്മൾ BSE കുറിച്ചാണ് ചോദിക്കുന്നത്. BSE ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു പെർഫോമൻസ്, ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയർ ടു ടിൽ ഡേറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നേട്ടം, 19% ഒരു മുന്നേറ്റം BSE നൽകിയിട്ടുണ്ട്. ഈ ജൂണിലായിരുന്നു അതിൻ്റെ ഒരു ഹൈ, 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. BSEയെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? പേസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുള്ള പേസോ കാണേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺ സൈഡിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് പോയിന്റിലേക്ക് അത് കടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ കാണേണ്ടത് ഓരോ ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷവും ഹൈയിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മളത് കോൺഷ്യസ് ആയിട്ട് വളരെ രീതിയിൽ വാച്ച് ചെയ്യേണ്ടതാണ്. BSE അതിന്റെ ഔട്ട്ലുക്കോ മറ്റുള്ള കാര്യങ്ങളോ ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു മൊമെന്റ്, കഴിഞ്ഞ ജൂലൈക്ക് ശേഷം വരുന്ന ഒരു മൊമെന്റ് നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പൊ ഈ ഒരു മൊമെന്റത്തിനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്ന ഒരു 2000 ലെവലിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വീണ്ടും റീ എൻട്രി ചെയ്യാൻ മുന്നോട്ട് പോകാം. പക്ഷെ ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ ഒരു സപ്പോർട്ട് സോൺ എന്നാണ് 2000 പറയാനായിട്ട് കഴിയുള്ളൂ. എക്കോസിസ്റ്റവും ബാക്കിയുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ഒന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും ഒരു റെസ്റ്റിംഗ് ആണ് സ്റ്റോക്സ് പോയി. പഴയ രീതിയിലുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റർ സെന്റിമെന്റ് ഇപ്പോൾ അതിനോടില്ല, എങ്കിലും ഓളിയത്തിൽ അത് ദൃശ്യമാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു അത് പോസിറ്റീവ് മൂവ്മെന്റ് ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 2000 ലെവൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് അനീഷ് സർ.